ഞാനിരിക്കും രാത്രി വോൾവോയിൽ തിരുവനന്തപുരത്ത് വരിക. പെട്ടെന്ന് ഒരാൾ മൊബൈലിൽ ഒരു പാട്ട് വെച്ചു. അപ്പോൾ ഈ ഫ്രണ്ട് ഇരുന്നിടത്തിന് ഇങ്ങനെ നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ഈ പുള്ളി പാട്ട് വെച്ചു. പിന്നെ ഇങ്ങനെ നോക്കിയിട്ട് ചേട്ടൻ്റെ പാട്ട് കേൾക്കണമെങ്കിൽ ഹെഡ്ഫോൺ വെച്ച് കേൾക്കെന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് ഇവർ തമ്മിൽ ഭയങ്കര തള്ളായി. അപ്പോൾ ഇയാളൊരു ഇച്ചിരി പ്രായമുള്ളൊരു ഇക്കയാണ്. ഈ ഇക്കേനെ ഈ ചെറുപ്പക്കാരുണ്ട് തള്ളി ഈ ഇക്ക ബസ്സിനകത്ത് വീണു. ഒരു തിരുവനന്തപുരത്ത് ഒരു ആറ്റിങ്ങിലായപ്പോൾ തന്നെ ഈ ഇക്ക വീണതും പുള്ളി ഫോൺ എടുത്തു, വിളിച്ചു, ശുക്കൂരേ വാപ്പാനെ ബസ്സിലിട്ട് തച്ചിക്കറടാ, ഒരുത്തനുണ്ട് ഇവിടെ, അവനെ നമുക്ക് കരുനാപ്പള്ളി സ്റ്റാൻഡിലിട്ട് കൂത്തണടാ എന്ന് പറഞ്ഞു. ഉടനെ ഈ പുള്ളി മിണ്ടാണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള യാത്രക്കാർ അതേ കരുനാപ്പള്ളി സ്റ്റാൻഡിൽ കയറി അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊരാൾ ഇടപെട്ടു. ഉടനെ അയാൾ ശുക്കൂറേ വേറൊരാളും കൂടി ഉണ്ട്, അവനിട്ട് ഒരെണ്ണം കൊടുക്കണോടാ എന്ന് പറഞ്ഞു. ഉടനെ അയാളും പേടിച്ചു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അതെ ഈ ബസ്സിനകത്ത് അങ്ങനെ സ്റ്റാൻഡിൽ കയറുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ശുക്കൂറേ കണ്ടക്ടർ അങ്ങനെ കൊടുക്കടാ അവിടെ വന്നിട്ട്. പുള്ളി ഇങ്ങനെ സുക്കൂറിന് ഓർഡർ കൊടുത്തോണ്ടിരിക്കുക. അപ്പം ഞങ്ങളെല്ലാവരും ബസ്സിലുണ്ട്, എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല. പിന്നെ നമുക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോരുത്തർ ഈ പുള്ളിയോട് എന്തെങ്കിലും അഭിപ്രായം പറയും. ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ ശുക്കൂറെ ഒരു പാട്ട് കണ്ടിട്ട് ഒരുത്തരും കൂടി ഉണ്ട്, അവനെ അങ്ങോട്ട് കൊടുത്തടാ. ഞങ്ങളുടെ ബസ്സിലുള്ള 40 പേരുടെയും കാര്യത്തിൽ തീരുമാനമായിക്കൊണ്ടിരിക്കുക. ശുക്കൂറെ സ്റ്റാൻഡിലെത്തുന്ന ബസ് കത്തിച്ചും കളടാ, ഇവനെ ആളെ വാപ്പനെ ബസ്സിലിട്ട് താച്ച പ്രശ്നമാണ്. പുള്ളി ഭയങ്കര വിണ്ടപ്പെട്ട. അങ്ങനെ കുറച്ചു നേരം സൈലൻസ്. രാത്രി ബസ് ഓടുന്ന ശബ്ദം മാത്രമേ ഉള്ളൂ. ബസ് ഇങ്ങനെ കരുനാഗപ്പള്ളി സ്റ്റാൻഡിനോട് അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുള്ളിയാണ് ശുക്കൂരെ ഒരു വെള്ള ബസ്, ചില്ലൊന്നും തുറക്കാൻ പറ്റില്ല, ഇന്ന പേര് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ബസ് കയറുമ്പോഴേ നിങ്ങൾ പ്രശ്നം ഉണ്ടായിക്കോളൂ, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ബസ് ഇങ്ങനെ സ്റ്റാൻഡിലോട്ട് പോകുമ്പോൾ ഇയാൾ ഇങ്ങനെ നടന്ന് ഫ്രണ്ടിൽ ഡ്രൈവറിൻ്റെ അടുത്തേക്ക് പോയി. ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്നു. ഇയാൾ ശുക്കൂരെ അതെ ഡ്രൈവറോട് ചോദിക്കുക, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ, സുക്കൂർ എത്തുന്നേ ഉള്ളത്. തിരുവനന്തപുരത്ത് വിളിച്ച സുക്കൂറിനെ കരുനാപ്പള്ളി എത്തിയിട്ടും സുക്കൂർ എത്തിയിട്ടില്ല, ബസ് എത്തിക്കാനുള്ള ആളെത്തിയില്ല. പിന്നെ ഈ പുള്ളിക്ക് ഒന്നും ഓർമ്മയില്ല. 40 പേരോട് എടുത്ത് പുള്ളിനെ പുറത്തേക്ക് ഇട്ടിട്ട് വണ്ടി എടുത്തോണ്ട് പോക്കളൊക്കെ. ചേട്ടനൊരു പരിപാടി ഉണ്ടായിരുന്നു. ലോറിയില്ല പുള്ളി പോകുന്നത്. വൈറ്റിലായിരുന്നു. ലോറിക്ക് കൈ കാണിച്ചിട്ട് കോട്ടയത്തേക്ക് പോകും. അല്ല, ലോറിക്കാർ നമ്മളെ കയറ്റും. ലോറി നമ്മളെ കയറ്റുമ്പോൾ നമ്മൾ ബസ് കൂലിയേക്കാൾ ഒരു 10 രൂപ കൂടുതൽ കൊടുത്താൽ മതി. അവർ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് കോട്ടയം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് വിളിച്ച് കയറ്റിക്കൊണ്ട് പോകുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഷാജോൻ ചേട്ടൻ ബസ്സിൽ കയറി ലോറിയിൽ കയറിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഒന്നും ഇടാൻ പറയും ലോറിക്കകത്ത്. അപ്പോൾ ഡ്രൈവർ ലൈറ്റ് ഇട്ട് എടുക്കുമ്പോൾ പുള്ളി എന്തോ എടുക്കാൻ മറന്ന പോലെ സൂട്ട് കേസ് തുറന്നിട്ട് അതിനകത്തൊരു പരതലൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ സ്റ്റേജിൽ കളിക്കുന്ന സ്കിറ്റിൽ പോലീസിന്റെ ഡ്രസ്സ് ഉണ്ട്. ഷാജേട്ടന് പോലീസ് വേഷം ഉണ്ടല്ലോ സിനിമയിലുമായിട്ട്. പോലീസ് വേഷം അന്ന് തുടങ്ങിയതാ. സ്റ്റേജിൽ കളിക്കേണ്ട പോലീസിന്റെ ഡ്രസ്സ് മടക്കി അതിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടാവും, തൊപ്പിയൊക്കെ ഉൾപ്പെടെ. ഈ സൂട്ട് കേസ് തുറന്ന് അതിനകത്ത് ഈ ഡ്രൈവർ നോക്കുമ്പോൾ അതിനകത്ത് ഈ പോലീസിന്റെ തൊപ്പിയും കാക്കിയൊക്കെ കാണുമ്പോൾ ഇവന്മാരുടെ സംസാരം കേട്ട് ഞാൻ പേടിച്ചു പോയി. ഇവന്മാർ തമ്മിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പൊ ഒട്ടപ്പം മീശയൊക്കെ വെച്ചിട്ടിരിക്കുക. അപ്പൊ എനിക്കൊരു പേടി, ഇവന്മാർ എന്തിനും ചെയ്യും. അതൊന്ന് വരട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വരട്ടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ തുറന്നു കാണിക്കും. അപ്പം ഒരു ദിവസം ഈ പുള്ളി പൈസ വേണ്ടെന്ന് പറഞ്ഞു, പോലീസുകാരനാന്ന് കൊടുത്തിട്ട്. അത് പിന്നെ താപ്പാക്കി. ആദ്യം വരട്ട് പേടി മാറാൻ തുറന്നാണെങ്കിലും പിന്നെ ലോറി കയറിയിട്ട് ഈ സൂട്ട് കേസ് തുറന്ന് യൂണിഫോം പ്രദർശനം എന്ന് പറയുന്നത് പുള്ളിയുടെ ഒരു ചെറിയ ഇനമായിട്ട് ചെതിരായിട്ട് വെച്ചു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ നോക്കിയപ്പോൾ ഡ്രൈവർ ചോദിച്ചു, സാർ ഏത് സ്റ്റേഷനിലാ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ഏറ്റുമാനൂർ സ്റ്റേഷനിൽ SI ആണ് എന്ന് പറഞ്ഞു. ഓക്കെ. ഞാൻ ഡ്രൈവർ ഇങ്ങനെ ഇരുന്നു. രാത്രിയാണ്ട് ഷാൻചേട്ടൻ ഉറങ്ങിപ്പോയി. ഏകദേശം ഒരു കടുത്തുരുത്തിയൊക്കെ കഴിഞ്ഞപ്പോൾ ലോറി പോലീസ് ഇങ്ങനെ ചെക്ക് ചെയ്തു. അപ്പോൾ ഈ ഡ്രൈവർ ചാടി ഇറങ്ങിപ്പോയിട്ട് തൻ്റെ ബുക്കും പേപ്പറൊക്കെ എടുത്തോണ്ട് വന്നേ എന്ന് പറഞ്ഞു. പിന്നെ ഡ്രൈവർ പറഞ്ഞു, സാറേ ഏറ്റുമാനൂർ SI ലോറിക്കകത്ത് ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഇയാൾ ചോദിക്കുക, അപ്പൊ പിന്നെ ഞാൻ ആരാന്നാടോ താൻ വിചാരിച്ചതെന്ന്. ഏറ്റുമാനൂർ SI ലോറിക്കകത്തുണ്ടെന്ന് ഡ്രൈവർ പറഞ്ഞ ആളാണ് ഈ ഇരിക്കുന്നത്. അവരുടെ ബുക്കും പേപ്പറും ഇല്ലാണ്ട് അവരെ വിട്ട് ഞാൻ 2 ദിവസം കിടന്ന സ്റ്റേഷനിൽ. ഞങ്ങളവിടെ ഒരു കുളിമുറിയിൽ പാമ്പ് കയറി വീടിനടുത്ത്. ഞങ്ങൾ 4-5 ഒരു പാട്ടുകാരനും കീബോർഡിസ്റ്റും ഞാനും ഒക്കെ തൃപ്പൂണിത്തുറ വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഒരു കുളിമുറിയിൽ പാമ്പ് കയറിയിട്ട് ഈ ചേച്ചി ഡോറ് തുറന്നപ്പോൾ ഈ പാമ്പ് ആ കുളിമുറിയിൽ ഒരു റൗണ്ട് നടിച്ചിട്ട് ഈ വെള്ളം പോണ തൊളയിൽ കൂടെ പാമ്പ് അങ്ങ് പോകാൻ പോയപ്പോൾ എന്ത് പറ്റും, അവിടെ ഈ സോപ്പ് എണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് പാമ്പ് പകുതി ദൂരം അങ്ങോട്ട് പോയിട്ട് നമ്മൾ ഈ ജുബ്ബയൊക്കെ കൈ തെറുത്ത് കയറ്റി വയ്ക്കുമല്ലേ, അതുപോലെ പാമ്പിന്റെ പകുതി കുളിമുറിക്കകത്തും തല വെളിയിലേക്ക് ആ പൈപ്പിൽ കൂടെ പുറത്തേക്ക് വിട്ട് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടില്ലാത്ത അവസ്ഥയിൽ പാമ്പ് നിൽക്കുക. പാമ്പിന് റിവേഴ്സ് ഒന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അപ്പം ആ റെസിഡൻസ് അസോസിയേഷൻകാർ ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ 4 ചെറുപ്പക്കാർ അവിടെ ബാച്ചിലേഴ്സ് കലാപരിപാടിയായിട്ട് താമസിക്കുന്നുണ്ട്, അവിടെ ഇങ്ങനെ ഒരു പാമ്പ് കയറി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു. കാരണം പാമ്പ് കടിച്ചാലും അവരുടെ ബന്ധുക്കളൊന്നുമല്ല, ഞങ്ങൾ എത്താലും അവർക്ക് കുഴപ്പമില്ല, അവർക്ക് ആർക്ക് റിസ്ക് എടുക്കാൻ വയ്യ. അപ്പം ഞങ്ങളോട് ചോദിച്ചപ്പോൾ അളിയും ബിജു എന്ന് പറയുന്ന കമ്പോസർ വായിക്കുന്ന ഒരാൾ, ഇതാണ് നമുക്കിവിടെ ഷൈൻ ചെയ്യാൻ പറ്റിയ സമയം. ഈ റെസിഡൻസ് അസോസിയേഷനിൽ നമുക്ക് നമ്മുടെ വില വാടകയ്ക്ക് താമസിക്കുന്ന ചെറുപ്പക്കാരെന്നുള്ള നിലയിൽ വർദ്ധിപ്പിക്കാൻ പറ്റിയ സമയമാണെന്ന് പറഞ്ഞ്
ഞങ്ങളൊക്കെ ചെന്നു. അളിയും ബിജുവിനെ മൂപ്പിച്ചേക്കോ, ബിജു പിടിക്കണം, ഞങ്ങളൊക്കെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ബിജു പാമ്പിന്റെ വാലെ പിടിക്കുന്നു, വലിക്കുന്നു, കറക്കുന്നു, തുണി അലക്കുന്ന കല്ലിൽ ഒരു അടി ഇതിനെ കൊണ്ട് ഇങ്ങനെ വരികയാണ്. ബിജു ഇങ്ങനെ ആ വീടിന്റെ ബാക്കിൽ കുളിമുറിയിൽ നിന്ന് മുന്നിലേക്ക് വരുമ്പം ബിജു സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ മുഴുവൻ ബിജുവിന് പുള്ളി പിടിച്ച കണ്ടോ, അത് മൊബൈൽ ക്യാമറകൾ ബിജുവിന് ചുറ്റും. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈഗോ വർക്ക് ചെയ്തിട്ട് ഒരു രക്ഷയില്ല. കാരണം കൂട്ടത്തിൽ പോയി ഞങ്ങളങ്ങ് ഷൂ ആയി, ബിജു സ്റ്റാർ ആയി. ബിജു ഈ പാമ്പിനെ കൊണ്ടുവന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ മുറ്റത്തിട്ടിട്ട് എല്ലാവരോടും പുള്ളിക്ക് ഒന്നും അറിയാൻ പാടില്ലെങ്കിലും ചില ക്ലാസ് ഒക്കെ എടുക്കാൻ തുടങ്ങി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2.5 വയസ്സ് പ്രായമുള്ള ഇന്ന പാമ്പാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ക്ലാസ് ഒക്കെ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ പാമ്പ് ഒന്നങ്ങ് അനങ്ങി ഇപ്പം ഈ വട്ടം കൂടി നിന്ന ആൾക്കാരെല്ലാം കൂടെ എന്ന് പുറകോട്ട് പോയപ്പോഴത്തേക്ക് ഒരു ഷൈനിങ്ങിന്റെ ഭാഗമായിട്ട് ബിജു ഈ പാമ്പിനെ എടുത്ത് കറക്കി ഒരടിയും കൂടെ അടിക്കാൻ പോയപ്പോഴാണ് ഈ മിറ്റത്ത് അഴ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഈ അഴ കുടുങ്ങിയിട്ട് ഈ പാമ്പ് തിരിച്ച് ഇവന്റെ മേത്തേക്ക് വന്നിട്ട് പറഞ്ഞിട്ട് ഒരു പേടിച്ചിട്ട് അതുവരെയുള്ള സർവ്വ സ്റ്റാർഡം പോയി ലോക പരാജയമായി പോയി.